പ്രിയപ്പെട്ട മിത്രയേച്ചൻ, പ്രിയപ്പെട്ട ദിനേശൻ, പ്രിയപ്പെട്ട ഈപ്പനച്ചൻ, നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളെ, ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ഈ ഇടവകയെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം നമ്മുടെ വികാരിയച്ചൻ നൽകിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ ആഹ്ലാദം കാഴ്ചവെച്ചത് അത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന ഒരു സാക്ഷ്യമായിരുന്നു. സലല സെന്റ് സ്റ്റീഫൻ ഇടവകയെ കുറിച്ച് ഈ ഇടവകയുടെ വികാരി നൽകിയത് എന്നുള്ളത് ഈ തരുണത്തിൽ വളരെ അഭിമാനത്തോടും അതിലേറെ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളോടും കൂടി നിങ്ങളെ അറിയിക്കുന്നു. ആ ഒരു മഹത്തായ പാരമ്പര്യം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആരാധനയുടെ ഈ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അത്തരമൊരു ആധ്യാത്മികമായ അടിസ്ഥാനം ഇട്ടു നൽകിയ പുരോഹിതന്മാരുണ്ട്, ഗ്രഹനാഥന്മാരും ഗ്രഹനാഥമാരുമുണ്ട്. ഈ ആരാധിക്കുന്ന സമൂഹത്തെ ഒരിടവകയായി നിലനിർത്തിയ സമർപ്പണത്തിൻ്റെ പ്രതിരൂപങ്ങളായ വ്യക്തിത്വങ്ങളെയാണ് സത്യത്തിൽ ഇന്നിവിടെ ആദരിക്കുന്നത്. അതിൽ 25 വർഷം കുടുംബജീവിതം പൂർത്തിയാക്കിയവർ, അതിൽ മുകളിൽ പൂർത്തിയാക്കിയവർ, ഈ ഇടവകയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി അതിൻ്റെ ഭാരവാഹിത്വങ്ങൾ വഹിച്ചവർ, ഇവരെല്ലാം ഇവിടെ ആദരിക്കുന്നു. നമ്മൾക്ക് ചിലപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിരിക്കും. പക്ഷേ പൊതുവെ നമ്മൾ മലയാളികളുടെ സമൂഹത്തിൽ അധികം കാണാത്ത ഒന്നാണ് നന്ദി പറയുക എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു കൃതജ്ഞതയുടെ സന്ദർഭമാണ്, അത് പ്രദർശിപ്പിക്കുന്ന സന്ദർഭമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഓരോ രാജ്യത്ത് പോകുമ്പോഴും ആ ദേശത്ത് ഓരോ ജോലിക്കായി, വ്യാപാരങ്ങൾക്കായി, വ്യവസായങ്ങൾക്കായി ഒക്കെ പോയ മനുഷ്യർ അവരെത്രമാത്രം കഠിനമായി അധ്വാനിക്കുകയും അവരുടെ ഉപജീവനം തേടുകയും അതിനോടൊപ്പം അവരുടെ നാട്ടിലെ ഭവനങ്ങളെ സംരക്ഷിക്കുകയും അതിനോട് തന്നെ ചേർന്ന് അവർക്ക് ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ടാക്കുകയും ആ സ്ഥലത്ത് ദേവാലയം പണിയുകയും പിന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അവരുടെ സമയം അധികമായി ചെലവഴിക്കുകയും, ഇങ്ങനെ എന്തുമാത്രം നിങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഈ നാടെങ്ങും പരിശുദ്ധ സഭയ്ക്ക് ഇത്രയധികം ദേവാലയങ്ങളുണ്ടായത്. അവിടേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടിക്കൂലി കൊണ്ട് എടുത്ത് തിരിച്ചവിടെ ചെല്ലുന്ന ഉറപ്പ് വരുത്തുന്നവരെ കാശ് മുടക്കുന്ന നിങ്ങളാണല്ലേ. നമ്മൾ വന്നിട്ട് പോവാണ്. ഞാൻ ഓരോ യാത്രയിലും അത് വളരെ കൃതജ്ഞതാപൂർവം ഓർക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ ഈ നിസ്വാർത്ഥമായ ജീവിതം ഈ സഭയുടെ വളർച്ചയ്ക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളത് ഇന്നിവിടെ ഈ ദേവാലയത്തിൽ ആദരിക്കുന്നവരോടൊപ്പം മലങ്കര സഭയുടെ എല്ലാ വിദേശ അല്ലെങ്കിൽ
കേരളത്തിന് പുറത്തുള്ള എല്ലാ ദേവാലയങ്ങളുടെയും സ്ഥാപനത്തിനും വളർച്ചയ്ക്കും കാരണമായ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമയത്ത് ദൈവസന്നിധിയിൽ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മളൊരു ദേവാലയം പണിയുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ടാണ് അടിസ്ഥാനപരമായി നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം മുറിക്കാനും വചനം മുറിക്കാനും. ഇന്ന് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് യുവാൽ നോവ ഹരാരിയുടെ പുതിയ പുസ്തകമായ നെക്സസിൽ അയാൾ പങ്കുവയ്ക്കുന്ന ഒരു അപകട സൂചനയുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ മുതൽ വലിയ വെപ്പൺസ് വരെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ കാലത്ത് അത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഭീമമായ പണം ഓരോ ഗവൺമെൻറ്റുകളും ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസിലൊക്കെ ഭീമമായ പണം AI ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നമുക്കറിയാം, യുദ്ധമുറകൾ തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ മുതൽ എല്ലാത്തരം ഗാഡ്ജറ്റുകളും എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ജീവിതത്തെ കുറെ കൂടി എളുപ്പമാക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന സാങ്കേതിക വിദ്യകളെല്ലാം നിരന്തരം നവീകരിക്കപ്പെടുന്നുണ്ട്. അതിന് ഭീമമായ പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്. ഒരു വശത്ത് ഇത്രയധികം പണം സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ, മറുവശത്ത് മനുഷ്യബോധത്തിൻ്റെ വികാസത്തിന് വേണ്ടി അതുപോലെ തന്നെ പണം ചെലവഴിക്കുന്നില്ല എങ്കിൽ ഇത്തരം അത്യന്താധുനികമായ ഉപകരണങ്ങൾ മുതൽ ആയുധങ്ങൾ വരെ ഉപയോഗിക്കുന്ന ആളുകൾ തികച്ചും തരം താഴ്ന്ന ബോധമുള്ള മനുഷ്യരായാൽ അത് ഈ ഭൂമിക്കുണ്ടാക്കാവുന്ന അപകടം എത്ര വലുതായിരിക്കും. ഇവിടെയാണ് മതത്തിൻ്റെ പ്രസക്തി, പള്ളിയുടെ പ്രസക്തി, പ്രാർത്ഥനയുടെ പ്രസക്തി. നമുക്ക് യുക്തി കൂടുന്നതനുസരിച്ച് നമ്മൾ വളരെ ലോജിക്കലായി ചിന്തിച്ചിട്ട് ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് ചില ആളുകൾ നമ്മളോട് പറയും. എന്നാൽ മനുഷ്യൻ്റെ ബോധവികാസവുമായി ബന്ധപ്പെട്ടാണ് വേദത്തിനും വേദപുസ്തകത്തിനും മതജീവിതത്തിനും ആരാധനയ്ക്കുമൊക്കെ സാങ്കത്യമുള്ളത്. അത്തരത്തിലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടാതിരിക്കാൻ പോസ്റ്റ് ഹ്യൂമനിസം എന്ന ആ വലിയ അപകടം, മനുഷ്യാനന്തരമായ ഒരു കാലമുണ്ടാകാം, ഹോമോസാപ്പിയൻസ് എന്ന ഈ സ്പീഷീസ് അവസാനിച്ചേക്കാമെന്ന് ഒരുപറ്റം ചിന്തകന്മാർ വ്യാകുലപ്പെടുന്ന ഒരു കാലത്ത് ഒരു സമൂഹമായി പാരസ്പര്യത്തോടെ, പരസ്പര വിശ്വാസത്തോടെ, പരസ്പര സ്നേഹത്തോടെ, പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെടുക്കുന്ന ഏതൊരു പരിശ്രമവും അത് നമ്മുടെ അതിജീവനത്തിൻ്റെ അടയാളമാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സാധാരണ പള്ളി ജൂബിലികളിലൊക്കെ ഞാൻ പറയാറുള്ള ഒരു കഥയുണ്ട്. കഥ പറയാതെ നിർത്താൻ എനിക്കൊട്ടറിയത്തുമില്ല. ഞാൻ നിർത്തുവാണ്. ടിൻറ്റുമോൻ്റെ കഥയാണ്. ഞാൻ എന്തിനാ ഇടയ്ക്ക് കഥ പറയുന്നതെന്നറിയാമോ? ഞാൻ പ്രസംഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ ഭയങ്കര സീരിയസ് ആയി പോയെന്ന്, ആൾക്കാരുടെ മുഖം കാണുമ്പോൾ. അപ്പം ഞാൻ പെട്ടെന്ന് കഥ പറയാൻ തുടങ്ങും. എനിക്ക് അത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ടിൻറ്റുമോൻ്റെ കഥയാണ്. ടിൻറ്റുമോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ പെൻസിൽ മോഷ്ടിച്ചു. അപ്പോൾ ഈ പഴയ സ്കൂളിൽ നമ്മളൊക്കെ അറിയാം, നമ്മൾ രാവിലെ പള്ളി പറഞ്ഞ പോലെ 90 കിഡ്സിൻ്റെ കാലമാണെങ്കിൽ ഡ്രിൽ മാഷ് നമ്മുടെ മുണ്ട് പോക്കി ഒരു ഒറ്റ അടി തന്ന് വീട്ടിൽ പറഞ്ഞു വിട്ട് പ്രശ്നം അവിടെ തീരും. ഇപ്പോൾ ഒരുപാട് ഫീസ് കൊടുത്ത് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ട് ടീച്ചർമാർക്ക് അൺനെസസറി റെസ്പോൺസിബിലിറ്റിയാണ്, ഒരാവശ്യമില്ലാതെ ഉത്തരവാദിത്വ കൂടുതലാണ്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ഇവൻ്റെ പെൻസിൽ അവനെങ്ങോട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ, മോഷ്ടിച്ചൊന്നുമില്ല, അടുത്ത് മാറ്റി വെച്ചു. ടീച്ചർക്ക് കംപ്ലൈൻറ്റ് കിട്ടി. ടീച്ചർ അത് പ്രിൻസിപ്പളിന് ഫോർവേഡ് ചെയ്തു. വല്ല ആവശ്യമുള്ളതാണ്. പ്രിൻസിപ്പൾ നേരെ ടിൻറ്റുവിൻ്റെ അപ്പനെ വിളിച്ചു. എന്നിട്ട് ടിൻറ്റുവിൻ്റെ അപ്പനോട് പറഞ്ഞു,
നിങ്ങളുടെ മകൻ ഒരു മോഷണ സ്വഭാവം കാണിക്കുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് ഒരു ക്രിമിനൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സംഗതിയാകെ കോംപ്ലിക്കേഷനായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ടിൻഡു വീട്ടിലോട്ട് വരുവാണ്. അപ്പനിവിടെ കസേരയിലിരിപ്പുണ്ട്, പീലാത്തോസ് ഇരിക്കുന്നത് പോലെ, ഫോർ ട്രയൽ, വിചാരണയ്ക്ക് ഇരിക്കുകയാണ്. ടിൻഡു ആണെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത ഒരു ബാഗുമായിട്ട് നമ്മുടെ കർത്താവ് ഗോകുൽത്തായിലോട്ട് പോയ പോലെയാണ് വരുന്നത്. അവൻ അപ്പൻ്റെ മുമ്പിൽ വന്നു. അപ്പൻ അവനോട് ആദ്യം ചോദിച്ചു, നിന്നെ ഇന്ന് ടീച്ചർ വഴക്ക് പറഞ്ഞു? അവൻ പറഞ്ഞു. എന്തിനാ വഴക്ക് പറഞ്ഞു? അപ്പൊ ഭയങ്കര ഗാംഭീര്യത്തോടെയാണ് പറയുന്നത്. അപ്പൊ ടിൻഡു പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പെൻസിലൊന്ന് എടുത്തേനാന്ന് പറഞ്ഞു. അപ്പൻ്റെ അടുത്ത ഡയലോഗ് എന്താണെന്നറിയാമോ? നീ എന്തിനാണ് വല്ലവൻ്റെയും പെൻസിൽ എടുക്കാൻ പോകുന്നത്? നിനക്കാവശ്യമുള്ളത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചോണ്ട് വരുന്നില്ലേ? ഇങ്ങനെ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കേണ്ടത്. പള്ളിക്ക് പുറത്തുള്ളതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, ചെണ്ടകൊട്ട്, വെടിക്കെട്ട് എല്ലാം സൂക്ഷിക്കുന്നുണ്ട്, ബീഫ് വെക്കുന്നതെല്ലാം സൂക്ഷിക്കുന്നുണ്ട്. പള്ളിക്കകത്തുള്ളതും സൂക്ഷിക്കണം. പ്രാർത്ഥന, നോയമ്പ്, ഉപവാസം, ആരാധനാ ജീവിതം, ഇത് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു. അത് സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് തലമുറകളിലേക്ക് ഈ ദേശത്തിനും സഭയ്ക്കും ഒരു വെളിച്ചമായി ഈ ഇടവക നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇടുക്കിയിലേക്ക് ക്ഷണിക്കുന്നു. ഇടുക്കി വരെ വരാൻ പറ്റാത്തവരെ കണ്ടനാട്ടേക്കും ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ മത്തായിയച്ഛൻ്റെയും കൊച്ചമ്മയുടെയും അപാരമായ അതിഥി സൽക്കാരത്തിനും പ്രത്യേകമായ നന്ദി, സ്നേഹം. അഭിവന്യ തിരുമേനിക്ക് എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ആ വാക്കുകൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സമർപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ആശംസാ പ്രസംഗത്തിലേക്ക് നീങ്ങുകയാണ്. ആശംസാ പ്രസംഗത്തിനായി ഇടവകയിലെ സീനിയർ അംഗമായ ശ്രീ ബിജുമോൻ വർഗീസിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ശ്രീ ബിജുമോൻ വർഗീസ്. അഭിവന്ധ്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തികളെ, ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടവക അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഈ ഇടവക ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ഇടവകയിലെ ഒരു സീനിയർ മോസ്റ്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും യഥാർത്ഥത്തിൽ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി കൃതാർത്ഥനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ഇടവക 50 വർഷം പിന്നിടുമ്പോൾ ഞാൻ ഏതാണ്ട് 36 വർഷം ഈ ഇടവകയുടെ കൂടെ നടന്നു എന്നുള്ളതാണ് എൻ്റെ ആ സന്തോഷത്തിൻ്റെ, ആ ചാരിതാർത്ഥ്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. വെറുതെ അങ്ങ് നടന്നുപോയത് ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാലല്ല. ആദ്യം ഇവിടെ ഒരു പള്ളി പണിയുമ്പോൾ ആ പള്ളിയുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ കാണുന്ന മനോഹരമായ പള്ളിയും ഈ ഹാളും പണിഞ്ഞിരിക്കുന്ന ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ നിൽക്കുന്നത് വളരെ ചാരിതാർത്ഥ്യ മുഹൂർത്തത്തിലാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ സലാലയിൽ വരുമ്പോൾ ഒരു ചെറിയ ഒരു പ്രെയർ ഹാള് മാത്രമാണ് സലാലയിലുണ്ടായിരുന്നത്. പക്ഷെ ഇതുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രെയർ ഹാളും ഒരു ചെറിയ മദ്ബഹയും മാത്രമുണ്ട്. മാസത്തിൽ 4 ആഴ്ച നമ്മൾ ക്രിസ്ത്യൻ സെൻറ്ററിലാണ് കുർബാനയ്ക്ക് പോകുന്നത്. അതും അവിടെ സമയ ക്ലിപ്തതയാണ്, 10 തൊട്ട് 12 വരെ. മർത്തോമക്കാരുടെ സന്തോഷത്തിൽ അരമണിക്കൂർ നമുക്ക് നേരത്തെ കിട്ടും, 10 മണിക്ക് നമ്മൾ തുടങ്ങും. അങ്ങനെ ആ സമയ ക്ലിപ്തതയിലാണ് നമ്മളവിടെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 92 കാലഘട്ടത്തിലായപ്പോഴത്തേക്ക് പള്ളി പണിയണം എന്നുള്ളൊരാശയത്തിലേക്ക് വന്നു. പള്ളി പണിയാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ആരുടെ കയ്യിലാണ് പൈസയുള്ളത്? ഇവിടെ നിൽക്കുന്ന ആളുകളിൽ 90% ആളുകൾക്കും അന്നത്തെ കാലഘട്ടത്തിൽ 60 റിയാലാണ് മിനിമം സാലറി.
അതൊരു മാക്സിമം 100-110 റിയാലിലേക്ക് ചെല്ലും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ ആളുകൾ അന്നുണ്ട്, കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കും ഈ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. സീനിയേഴ്സായിട്ടുള്ള നേഴ്സസിനൊക്കെ ഇവിടെ അറിയാം. ഏതാണ്ട് 2005 യൂറോപ്യൻ കുടിയേറ്റം, അതായത് UK പോകുന്ന ആ കാലഘട്ടം വരെ ഏതാണ്ട് 146 റിയാലായിരുന്നു നേഴ്സുമാരുടെ സാലറി, അവരുടെ ബേസിക് സാലറി. അപ്പം സാഹചര്യം നിങ്ങളൊന്ന് നോക്കണം. ബേസിക്കലായിട്ട് വല്ലതും തരേണ്ട ആളുകൾ അവരൊക്കെയാണ്. പൈസ എവിടുന്നാണ്? ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരു ലോട്ടറി, ഒരു കൂപ്പൺ പരിപാടിയിലേക്ക് കടന്നു. 10,000 കുറി അടിച്ചു. 20% മുനിസിപ്പാലിറ്റിക്ക് ടാക്സും കൊടുത്ത് ബാക്കിയുള്ള പൈസ കൊണ്ടാണ് നമ്മൾ ഈ പള്ളിപ്പണിയുടെ പരിപാടിയിലേക്ക് കടന്നത്. അപ്പം ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊന്നും വലുതായിട്ട് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, സുനു ആദ്യം പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ആരുടെയൊന്നും പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നോടൊപ്പം അന്നത്തെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ച് അതിൻ്റെ കൺവീനർമാരായിരുന്ന ഈ സലാല ക്രിസ്ത്യൻ സെൻറ്ററിന് പോലും അന്ന് സ്ഥലം അനുവദിച്ച ടൗൺ പ്ലാനറായിരുന്ന ജോർജ് സാറിനെ ഓർക്കാതെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ജോർജ് സാറിനെ പോലെയുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഇടവകയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു സെൻട്രൽ പോയിന്റ്, ഒരു പ്ലോട്ട് നമുക്കിവിടെ ആദ്യം കിട്ടിയത് തന്നെ. അതുപോലെ തന്നെ എയർപോർട്ടിലുണ്ടായിരുന്ന സൈമച്ചാന്, പെപ്സി കമ്പനിയുടെ മാനേജറായിരുന്ന പെപ്സി വർഗീസ് അച്ചാന്, അതുപോലെ തന്നെ ഇപ്പോൾ UK ആഫ്രിക്ക പ്രതിനിധിയായി മനയും കമ്മിറ്റിയിലുള്ള രാജൻ ഫിലിപ്പ്, ഇവരെയൊക്കെ നമുക്ക് മറന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സലാലയിൽ വരുമ്പോൾ എൻ്റെ സഹോദരനായ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് സണ്ണി ജോസഫ്, സാനിയോ സണ്ണി എന്നറിയപ്പെടും. അദ്ദേഹം ഇവിടുത്തെ സെക്രട്ടറിയും ട്രസ്റ്റിയും മദ്ബയിലെ ശുശ്രൂഷക്കാരനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന സമയം തൊട്ടേ പള്ളി പ്രവർത്തനത്തിലേക്ക് കടന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആദ്യത്തെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കേണ്ടതായിട്ട് ഇനിയുണ്ട്. ഇവിടെ ഓരോരുത്തരത് സൂചിപ്പിച്ചു. ഇവിടെ ഒരു അച്ഛൻ കുർബാന ചൊല്ലുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രാർത്ഥനാ യോഗമായിട്ട് ഒരു വ്യക്തി, ജോൺ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇവിടെ ഒരു ബാങ്കിൽ, പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹം 30-35 പേരടങ്ങുന്ന ഒരു പ്രാർത്ഥനാ യോഗമായിട്ട് 6-7 മാസം അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചാണ് ഈ കോൺഗ്രിഗേഷനിലേക്ക് നടത്തിയത്. ആ മനുഷ്യൻ പിൽക്കാലത്ത് നാട്ടിൽ പോയി അച്ഛനായിട്ട് പിന്നെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ പള്ളി പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് കുർബാന അനുഷ്ഠിച്ചിട്ടാണ് പോയത്. ജോൺ തോമസ് അച്ഛനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ അച്ഛനായിരുന്ന ജോൺ അച്ഛനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും സുനു നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നമുക്കൊരിക്കലും മറക്കാനാവാത്ത 2 മെത്രാപ്പോലീത്താമാരാണ് ജോസഫ് മാർ ബക്കുമേസ് തിരുമേനിയും അതുപോലെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന ദേവോദാസ് തിരുമേനി. ഒരു ഔദ്യോഗിക ജീവിതത്തിനേക്കാൾ അപ്പുറം അവർക്ക് ഈ ഇടവകയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പാഴ്സനേജിൽ അവർ 2 പേരുടെയും ഫോട്ടോയുണ്ട്. ബക്കുമേസ് തിരുമേനി സുൽത്താനുമായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഉണ്ട്. ഈ പുതിയ തലമുറകൾ അത് കണ്ടു മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇവരെ എല്ലാം ഓർക്കണം. പഴയ കാലത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. അവരെ ഓർത്തുകൊണ്ട് നമ്മുടെ വരുന്ന തലമുറകൾക്കും കൂടി നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ്, അത് ഞാൻ പഴയ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ഈ 50 വർഷത്തെ ഒരു തിരിഞ്ഞുനോട്ടമാണ് എന്നോട് പറയാൻ പറഞ്ഞത്, സുനു എന്നോട് പറഞ്ഞത്. അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പള്ളിയിലെ നിർണായകമായ ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒന്നാമത്തെ ആള് ഈ ഇപ്പോഴത്തെ ട്രസ്റ്റിയായ സുനു തന്നെയാണ്. കാരണം ഈ പള്ളി പണിയണം എന്നൊരാഗ്രഹത്തോടു കൂടി പൊതുയോഗത്തിൽ കൊണ്ടുവന്ന് 2 പ്രാവശ്യം പൊതുയോഗം തള്ളിക്കളഞ്ഞതാണ്. ആ പൊതുയോഗം പള്ളി വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഒടുവിൽ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു 8 വർഷത്തോളം അതിൻ്റെ കൺവീനറായിട്ട് സുനു അതുമായിട്ട് മാറി നിന്നു, പൈസ ഉണ്ടാക്കാനും മറ്റുമായിട്ട്. അതുപോലെ തന്നെ ഈ ഹാളിനകത്തിരിക്കുമ്പോൾ ഈ ഹാള് പണിയാനായ ഒരു കാരണക്കാരൻ ഈ ഇരിക്കുന്ന
ഷിബു സാമുവേലാണ്, മുൻ ട്രസ്റ്റിയായ ഷിബു സാമുവേലാണ്. കാരണം പൊതുയോഗം 80,000 രൂപ ബഡ്ജറ്റ് പാസ്സാക്കി 1,00,000 രൂപയാക്കി മാറ്റി പണി തീർത്തപ്പോൾ 1,71,000 റിയാലായി. ഹാള് വേണോ വേണ്ടായോ, പൈസ കയ്യിലില്ല, അത്രത്തോളം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ, ഒരു ഫൈനാൻസ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അച്ചായ മുന്നോട്ട് പോകും, നമുക്ക് പോകാം എന്ന് പറയാൻ ഒരു ട്രസ്റ്റി ഉണ്ടായിരുന്നു, അത് ഷിബു തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് പള്ളിപ്പണി കഴിഞ്ഞപ്പോൾ 27,000 റിയാൽ കടം വന്നു. അന്നേരം ഷിബുവിനെ ഈ പറഞ്ഞ എന്നെ അടക്കം കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കി. കടമായിരുന്നു, കടം വീട്ടി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സുഖമില്ലാതെ ആശുപത്രി കിടക്കുന്ന ബിജി ഈ പണി പണിഞ്ഞ കോൺട്രാക്ടറാണ്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അതിൻ്റെ ജനറൽ കൺവീനർ, എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഞാൻ എന്തു പറഞ്ഞാലും അവൻ അതേപടി കേൾക്കുമായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഷീറ്റാ. ആർക്കെങ്കിലും നിങ്ങൾക്ക് പുറത്തു നിന്ന് നോക്കിയാൽ ഇത് ഷീറ്റാന്ന് പറയൂ? പറയത്തില്ല. ഇത് ഡ്രോയിങ്ങിലൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അന്നേരം ആക്കിയതായത്. അപ്പോൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇവരെല്ലാം നിർണായകമായ ഇടപെടൽ നടത്തിയ വ്യക്തികളാണ് എന്ന് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തിയുള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് അവരിവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ ഒന്ന് ഓർക്കാതിരിക്കാനും അവരെ ഒന്ന് സൂചിപ്പിക്കാതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഇപ്പോൾ ഉള്ള ഗോൾഡൻ ജൂബിലി കമ്മിറ്റി കൺവീനർമാരായ ഷായി സാറിനെയും സുനിൽ ബേബിയെയും ഇത് ഓർക്കുന്നു. അതും ഇതുപോലെ തന്നെയാണ്. പള്ളിപ്പണി കഴിഞ്ഞു, കടമായി, കടം വീട്ടി, ഇനിയും ഈ വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നല്ലവണ്ണം ചോദ്യം ഉയർന്നു. ആ ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വേണം എന്നുള്ള നിലയിലത്തേക്ക് നമ്മളെത്തി. വീട് വെച്ച് കൊടുത്തു. അതിനു മുന്നിൽ നിന്ന ഈ ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയെയും അതിൻ്റെ നേതൃത്വം കൊടുത്ത ഇവരെ എല്ലാവരെയും ഓർക്കുന്നു. ദൈവം തമ്പുരാൻ അവർക്കെല്ലാം 100ഉം 200ഉം മേനിയാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ദൈവമത്തായി അച്ഛൻ ആദ്യ ഇടവകയിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്റ്റാണ് അച്ഛൻ്റെ മുന്നിൽ നിന്നിരുന്നത്. ഏത് കാര്യത്തിനും ഒരു വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു പുരോഹിതനാണ്. അതിനേക്കാൾ ഉപരി അച്ഛനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ 36 വർഷം ഈ പള്ളിയുടെ സർവ്വ പൊതുയോഗത്തിലും കമ്മിറ്റിയിലും പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഏതാണ്ട് 8 ക്രിസ്മസ് കൺവീനർ ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 4 or 5 പ്രാവശ്യം കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മാസക്കാലം സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ആ കണ്ടതിനകത്ത് അച്ഛനിൽ കണ്ട ഒരു കാര്യം, അച്ഛൻ ആദ്യം വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കാൻ വന്നവനല്ല, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്നതാണ്, നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വന്നതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. 3 വർഷം മസ്കറ്റിലുണ്ടായിരുന്ന അച്ഛൻ ഇവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ കേട്ട് കാണും, ഇവിടെ ഭരണകർത്താക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ട് കാണും. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം നിൽക്കുന്നത്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. അച്ഛൻ്റെ പ്രവർത്തനം അതിനൊരു മുതൽക്കൂട്ടാണ്. അച്ഛനെയും ഈ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന അച്ഛനെയും കുടുംബത്തെയും ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും നൽകട്ടെ. ഈ നിൽക്കുന്ന നിങ്ങളെല്ലാവരും സഹകരിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എല്ലാവരും അതിനോടൊപ്പം സഹകരിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.